ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരീസ് ഒരു പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആൻറ്റിയമ്മ മാനസിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നീ വിചാരിക്കുന്ന ഒരാളല്ല കൃഷ്, നീ ആരോടാണ് പിന്നെ മത്സരിക്കാനായിട്ട് പോകുന്നത് നിനക്കറിയാലോ, കൺമണിയോടാണ്. കൺമണിയും നീയും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധ പോകുന്നത് കൺമണിയുടെ നേരെ തന്നെയായിരിക്കും. അവൾ അത്രയും പ്രിയപ്പെട്ടവളാണ്, മാത്രമല്ല എല്ലാ കൊണ്ടും സൽഗുണ സമ്പന്നയും കൂടിയാണെന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന മാനസിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ നിൻ്റെ മിടുക്കാണ്, എല്ലാം കൊണ്ടും നീ അതിനെ വൈദ്യുതിയിലാക്കേണ്ടതെന്നൊക്കെ ആൻ്റിയമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണയാണ് കാണിക്കുന്ന മഹിയെ. ഇനി മഹിയും അതുപോലെ കൃഷും സംസാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, എൻ്റെ കൺമണിയെ ഞാൻ സ്വന്തമാക്കും. അവളുടെ അച്ഛനോട് പോയിട്ട് ഞാൻ അവളെ പെണ്ണ് ചോദിച്ചു കഴിഞ്ഞു. ഇനി മാനസയോടും കാര്യങ്ങൾ സംസാരിക്കണം. ഇനിയാണ് പ്രശ്നങ്ങളൊക്കെ കൊഴുക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ധനലക്ഷ്മി വരുണിനെ വിളിച്ച് സംസാരിക്കുന്നു കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, തിങ്കളാഴ്ചത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കൺമണി വരുണിനോട് ധനലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ശരിയാവും നടക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, എനിക്ക് അവൾ എന്നെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്താവുന്ന കാര്യം തന്നെ ഉറപ്പിച്ചു എന്ന് പറയുന്നു. എനിക്ക് അവളെ കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളോട് പക വീട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അവളോട് സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. എനിക്ക് അവളെ വെറുപ്പാടെന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ പക്ഷം അവളെ സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പം 101 പവനും 10 ലക്ഷം രൂപയും വീടും എനിക്ക് തിരിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നു വരുൺമോൻ ഇങ്ങനെയൊന്നും പറയില്ലേ, ഞാൻ ആകെ ടെൻഷൻ ആവുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കൺമണിയാണ്. കൺമണി രണ്ട് കൽപ്പിച്ച് തന്നെയാണ്. എന്നാലും വരുണിൻ്റെ ഭാര്യയാവാൻ ഒരിക്കലും കൺമണി തയ്യാറാകുന്നില്ല. ഗോകുലിനോട് പറയുന്നുണ്ട്, എനിക്ക് വരുണിനെ ഇഷ്ടമല്ല, ഞാൻ അവനെ കല്യാണം കഴിക്കില്ല, എന്ത് വന്നാലും ക്രിസ്താറിൻ്റെ പെണ്ണായിട്ട് തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നു. 2 ദിവസം കൂടി ഇല്ലേ, കാര്യങ്ങൾ എത്രത്തോളം പോകും നോക്കാം, എൻ്റെ മുന്നിൽ ക്രിസ്താർ ഉണ്ടാകുമ്പോൾ എനിക്ക് നല്ല ധൈര്യമാണെന്ന് പറഞ്ഞ് കൺമണി മുന്നോട്ട് തന്നെ പോവാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നല്ലൊരു പ്രമോ വിശേഷം